നമ്മൾ 2021 മാർച്ചിലെ ഹയർ സെക്കൻഡറി എക്സാമിനേഷനിലെ ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് എഫ് ക്വസ്റ്റ്യൻ, ദ ഫേംസ് റവന്യൂ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ്, അതായത് ഒരു പൂർണ്ണ കിടമത്സര വിപണിയിലെ റവന്യൂ വരുമാനം എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്നറിയാം. അതായത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് സെല്ലേഴ്സ് ഹോമോജീനിയസ് പ്രോഡക്റ്റ് വിപണനം ചെയ്യുന്ന ഒരു മാർക്കറ്റിനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഇമാജിനറി മാർക്കറ്റ് ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മാർക്കറ്റ് സിറ്റുവേഷനാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറയുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും ഒരു ഫേമിൽ റവന്യൂ ഫിക്സ് ചെയ്യുന്നത്? കാര്യം അവിടെ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ആ ഫേമിലുള്ള എല്ലാവരും എന്തായിരിക്കും, പ്രൈസ് ടേക്കേഴ്സ് ആയിരിക്കും. അതായത് അവിടെയുള്ള പ്രൈസ് ഫിക്സഡ് ആയിരിക്കും, ആ പ്രൈസ് എടുക്കാം. അവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിലവിലെ വിപണന വിലയ്ക്കോ അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ വിലയ്ക്കോ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാധനങ്ങൾ വിൽക്കാൻ കഴിയുള്ളൂ. ഒരിക്കലും ആരും എന്ത് ചെയ്യില്ല, ആ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കൂ, വിപണന വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കൂ, ഇല്ല, ആ വിപണന വിലയ്ക്ക് ഈക്വലായിട്ടേ വിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ പ്രൈസ് എന്ന് പറയുന്നത് അവിടെ അവർക്ക് കിട്ടുന്ന ARന് MRന് ഈക്വൽ ആയിരിക്കും. അതായത് ആവറേജ് റവന്യൂവിനും മാർജിനൽ റവന്യൂവിനും ഈക്വൽ ആയിരിക്കും. ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ അവരൊരു സാധനം വിൽക്കുന്നത്, മാർജിനൽ അവർ ഒന്നിലധികം സാധനങ്ങൾ വിൽക്കുന്നത്, അല്ലേ, അഡീഷണലായിട്ട് വിൽക്കുന്ന സാധനങ്ങൾ. അപ്പം എപ്പോഴും അവർക്ക് കിട്ടുന്ന അവരുടെ പ്രൈസ് എന്ന് പറയുന്നത് അവരുടെ റവന്യൂവിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ പ്രൈസ് ഈസ് ഈക്വൽ ടു AR ആൻഡ് MR എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ അതിന് കർവ് വരച്ചപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും, എന്താണ്, ഒരു ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈനാണ് വരച്ചത്, അല്ലേ, പാരലൽ ടു OX ആക്സിസിന് ഇതായിട്ട് ഒരു ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈനാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ARനും MRനും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ, തേർഡ് ഓപ്ഷനാണ് ആൻസർ. MR ഈസ് ഈക്വൽ ടു AR എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ G, നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ ഈസ്, അതായത് ഇന്ത്യയുടെ ദേശീയ വരുമാനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് GDP at MP, GNP at FC, NDP FC, NNP FC. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, അതുപോലെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ആ ചാപ്റ്റർ പഠിച്ച സമയത്ത് നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു NNP FC ഈസ് ഈക്വൽ ടു GDP MP മൈനസ് ഡിപ്രിസിയേഷൻ മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അതെ. അപ്പം നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് FCയിൽ നിന്ന് FC എന്ന് പറയുന്നത് GDP MBയിൽ നിന്ന് ഡിപ്രിസിയേഷനും ഇൻഡയറക്റ്റ് ടാക്സും കുറച്ച് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടുന്നതിന് തുല്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, അതായത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ ദ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസോഴ്സസ്, ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? അതായത് ഇന്ത്യയിലെ വിദേശ നാണ്യ ശേഖരത്തിൻ്റെ ഔദ്യോഗികമായി സൂക്ഷിക്കുന്നത് ആരാണ്? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആരാണത് സൂക്ഷിക്കുന്നത്? RBI ആണല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക്, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് എന്നിങ്ങനെ, റിസർവ് ബാങ്ക് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ RBI ആണ്. നമ്മൾ RBIയെ പറ്റി പഠിച്ചിട്ടുണ്ട്, RBIയുടെ ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പഠിച്ച ഒരു ഫംഗ്ഷനാണ് വിദേശ നാണ്യ ശേഖരം ഇന്ത്യയിൽ നടത്തുന്നത് ആരാണ്? RBI ആണെന്നുള്ളത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. RBIയുടെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ RBI ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സിറ്റുവേഷൻ വെയർ മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ. ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും ഈക്വൽ ആകുന്നത്, അതായത് കമ്പോള ചോദനവും പ്രധാനവും തുല്യമാകുന്ന സാഹചര്യം ഏതാണെന്ന്. ഇത് ഈക്വൽ ആകുന്നു എന്നുള്ള പോയിന്റ് തന്നെ എന്താണ്? ഇക്വിലിബ്രിയം പോയിന്റ് ആണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് എക്സസ് സപ്ലൈ, എക്സസ് ഡിമാൻഡ്, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം, ഡെഫിസിറ്റ് ഡിമാൻഡ്. അതായത് അമിത പ്രധാനം, അമിത ചോദനം, സന്തുലിതാവസ്ഥ, അപര്യാപ്ത ചോദനം. ഇതിലെന്തായാലും നമുക്കറിയാം ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആൻസർ എന്താണ്? മൂന്നാമത്തെ ഓപ്ഷനായ ഇക്വിലിബ്രിയം എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് അണ്ടർ മൊണോപ്പൊളിയിലെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്താണെന്നാണ്. അതായത് കുത്തക കമ്പോളത്തിൽ ചോദന വക്രത്തിൻ്റെ ആകൃതി എന്താണ് എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും കുത്തക കമ്പോളത്തിൽ ചോദന വക്രത്തിൻ്റെ ആകൃതി? നമ്മുടെ സാധാരണ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് തന്നെ ആയിരിക്കും. എങ്ങനെയായിരിക്കും?
അപ്വേർഡ് സ്ലോപ്പിംഗ് ആണോ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണോ? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണല്ലേ ഡിമാൻഡ് കർവിന്. അപ്പം ഇവിടെയും നമ്മുടെ മൊണോപ്പൊളി മാർക്കറ്റിലും ഡിമാൻഡ് കർവിന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവിന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വന്നത്? നമുക്കറിയാം. കാര്യം എന്താണ്? ഒരു മൊണോപ്പൊളിസ്റ്റിന് സ്മോളർ ക്വാണ്ടിറ്റി ഹയർ പ്രൈസിനും ലാർജർ ക്വാണ്ടിറ്റി സ്മോളർ പ്രൈസിനും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒരുപാട് വിലയ്ക്ക് കൂടുതൽ സാധനം വിൽക്കാൻ പറ്റത്തില്ല. വില കൂട്ടിയാൽ സാധനത്തിൻ്റെ അളവ് കുറയും അല്ലേ വിൽക്കുന്ന. അതുപോലെ തന്നെ വില കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ സാധനം വിൽക്കാൻ പറ്റുള്ളൂ. അതൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിമാൻഡ് കർവിന് എന്ത് ഷേപ്പാണുള്ളത്? താഴത്തേക്ക് ചെരിഞ്ഞ ഷേപ്പ്, അതായത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അതായത് ഓപ്ഷൻ ബി, താഴത്തേക്ക് ചെരിഞ്ഞത് അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് നമ്മുടെ കുത്തക കമ്പോളത്തിലെ ചോദനവക്രത്തിൻ്റെ ആകൃതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബഡ്ജറ്റ് ഇൻ വിച്ച് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ഗവൺമെൻറ് റവന്യൂ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിനേക്കാളും കൂടുതലായിട്ടുള്ള ബഡ്ജറ്റിൻ്റെ പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഗവൺമെൻറ്റിൻ്റെ ചിലവ് ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തേക്കാൾ കൂടുതലായിട്ടുള്ള ബഡ്ജറ്റ്. അപ്പോൾ ഇവിടെ ഓപ്ഷനായിട്ട് മിച്ച ബഡ്ജറ്റ്, കമ്മി ബഡ്ജറ്റ്, സന്തുലിത ബഡ്ജറ്റ്, കറണ്ട് അക്കൗണ്ട് കമ്മി എന്നിങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതായത് സർപ്ലസ് ബഡ്ജറ്റ് എന്നും ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്നും ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്നും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്നും തന്നിട്ടുണ്ട്. നമുക്ക് സർപ്ലസ് ബഡ്ജറ്റ് എന്താണെന്ന് അറിയാം. എന്തായിരിക്കും? റവന്യൂ കൂടുതലും ചിലവ് കുറവായിട്ടുള്ള ബഡ്ജറ്റ്. ഡെഫിസിറ്റ് അല്ലെങ്കിൽ കമ്മി ബഡ്ജറ്റ് എന്താണ്? നമ്മുടെ വരുമാനത്തെക്കാളും കൂടുതൽ നമുക്ക് എന്തുണ്ടാവും? ചിലവുണ്ടാവും. അതിനാണ് കമ്മി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ആണെങ്കിൽ വരുമാനവും ചിലവും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, കമ്മി ബഡ്ജറ്റ്. അതായത് ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിനേക്കാളും കൂടുതൽ എന്തായിരിക്കും? ചിലവുണ്ടായിരിക്കും. അങ്ങനെയുള്ള ബഡ്ജറ്റുകളെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഡെഫിസിറ്റ് അല്ലെങ്കിൽ കമ്മി ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കെയുടെ ഓപ്ഷൻ ബി ആണ്, കമ്മി ബഡ്ജറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ എ 2 sector മോഡൽ AD ഈസ് ഈക്വൽ ടു C bar plus I bar plus CY. Here autonomous consumption is indicated by. അതിൻ്റെ ഓപ്ഷനായിട്ട് നമുക്ക് C bar, I bar, Y എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ദ്വിമേഖലാ മാതൃകയിൽ AD ആഗ്രിഗേറ്റഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് C bar പ്ലസ് I bar പ്ലസ് CY. ഇവിടെ സ്വാശ്രിത ഉപഭോഗത്തെ അതായത് ഓട്ടോണോമസ് കൺസംഷനെ സൂചിപ്പിക്കുന്നത് എന്താണ്? അപ്പോൾ ഇവിടെ നമ്മൾക്ക് അറിയാം, ഓട്ടോണോമസ് എന്ന് പറയുന്ന വാക്കിനെ സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും? എപ്പോഴും നമ്മുടെ അതിന് മുകളിൽ എന്തുണ്ടായിരിക്കും? ഒരു ബാർ ഉണ്ടായിരിക്കും. കൺസംഷൻ എന്ന് പറയുമ്പോൾ കൺസംഷൻ ഏത് ലെറ്റർ കൊണ്ടാണ് ഡിനോമിനേറ്റ് ചെയ്യുന്നത്? C. അപ്പം C ബാർ ആണ് അവിടുത്തെ ആൻസർ അല്ലേ? C ബാർ പ്ലസ് I ബാർ പ്ലസ് CY. I ബാർ എന്താണ്? ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലേ. I ബാർ ആകുമ്പോൾ ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ C ബാർ ആണ് ഓട്ടോണോമസ് കൺസംഷനെ സൂചിപ്പിക്കുന്ന ലെറ്റർ. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.